ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സാൻ ആർട്ടി. യൂട്യൂബിൽ ഇപ്പം ഞാനൊരു ബിഗിനറാണ്, പക്ഷെ എപ്പോഴും വിചാരിക്കും നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ജേണി യൂട്യൂബിലും കൂടി ഷെയർ ചെയ്യണം എന്നുള്ളത്. ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. ആക്റ്റീവാന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക്സൊക്കെ ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ക്രാഫ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണ്. എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക, മെറ്റീരിയൽസ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഇൻബോക്സ് ഫുള്ള്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവും, അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണോ അത് ജെന്യൂൻ ആയിട്ട് തോന്നാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ കേസിന് എടുക്കാം. അപ്പോൾ അധികം ക്രാഫ്റ്റേഴ്സും ഇൻസ്റ്റഗ്രാം ത്രൂ ആണല്ലോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നമ്മൾ ഒരാൾ നമ്മളുടെ പേജ് നോക്കുകയാണ്, നമ്മളെ അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് തോന്നണം നമ്മൾ ജെന്യൂൻ ആണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അയാൾക്കൊരു ട്രസ്റ്റ് തോന്നണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പേജ് അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. നമ്മളുടെ പ്രൊഫൈൽ ആയിക്കോട്ടെ, ബയോ ആയിക്കോട്ടെ, കോൺടാക്റ്റ് ഇൻഫോർമേഷൻ ആയിക്കോട്ടെ, പിന്നെ നമ്മൾ ചെയ്ത വർക്ക്സിൻ്റെ ഫോട്ടോസ്, ഹൈലൈറ്റ്സ്, ബിഹൈൻഡ് ദ സീൻസ്, കസ്റ്റമർ റിവ്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ പേജ് ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മളെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യാൻ തോന്നണം. അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം നമ്മളെ പേജ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാണ്, ഒരു പേജിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? നിങ്ങൾ ഹൈലൈറ്റ്സ് ചെക്ക് ചെയ്യും, പോസ്റ്റ് ചെക്ക് ചെയ്യും, എല്ലാം നോക്കൂലേ? അതേപോലെ തന്നെ നിങ്ങളുടെ പേജും അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ക്രാഫ്റ്റേഴ്സ്, ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സ് അധികം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കാരണം നമ്മളുടെ പേജിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ വേണം. അതായത് നമ്മൾ മുമ്പ് ചെയ്ത വർക്ക്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡെമോ ഗിഫ്റ്റ്സ്, ഹാമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗിഫ്റ്റാണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുറച്ച് ഡെമോ ഫോട്ടോസ് നമ്മളുടെ പേജിൽ വേണം. അത് നിങ്ങൾക്ക് ഇനി നിങ്ങളിങ്ങനെ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ക്രാഫ്റ്റേഴ്സ് ചെയ്ത് നോക്കിയിട്ടോ അതന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളുടെ റിസ്കിൽ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആൽബം സെറ്റ് ചെയ്യുക, ഫ്രെയിം സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അതിന് നല്ല ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുക, റീലിടുക, സ്റ്റോറി ഇടുക, അങ്ങനെ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്രാഫ്റ്റേഴ്സിനൊക്കെ ഇൻസ്പയർഡ് ആയിട്ട്, ഇപ്പം എന്നെ തന്നെ ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, എന്നിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഓർഡേഴ്സ് കിട്ടും. ഇപ്പോൾ വർക്കില്ല, അപ്പോൾ എങ്ങനെ പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് കിട്ടുക ഇപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെയൊന്നും ആലോചിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസും കൂടി എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കോളും, ഷുവറാണ്. പിന്നെ ഒരു കാര്യമാണ്, നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ നല്ല ഫോൺ വേണ്ടതെന്ന്. നിങ്ങളെ കയ്യിലുള്ള ഫോണിൽ മാക്സിമം നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ നോക്കുക. അതായത് ഇതിപ്പോൾ വൈകുന്നേരം രാവിലെ എണീച്ചിട്ട് ഒരു 7 to 8 മണിൻ്റെ ഉള്ളിലുള്ളൊരു വെയിലുണ്ട്, ആ വെയിലിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കുക. ഞാനൊക്കെ അധികം രാവിലത്തെ ആ ഒരു ടൈമിലാണ് അധികം ഫോട്ടോസ് എടുക്കൽ. ഇപ്പം ഞാൻ അധികം വർക്ക്സിൻ്റെ ഫോട്ടോസ് എടുക്കലില്ല, കാരണം ആ ഒരു ടൈം ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നതാണ് ഇഷ്ടം. കാരണം ആ സമയത്തൊരു വെളിച്ചത്തിൽ എനിക്ക് എന്തോ പ്രത്യേക ഇത് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ വൈകുന്നേരം ഒരു ഗോൾഡൻ ഹവറൊക്കെ വരുമല്ലോ, ആ സമയത്ത് നല്ല രസമാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ. ഞാൻ പറഞ്ഞ് എവിടെയൊക്കെ എത്തുന്നുണ്ട്. ഒരു മിനിറ്റ്, അടുത്ത കാര്യത്തിന് നമ്മൾ നോട്ട് എഴുതി വെച്ചിരുന്നു, അത് നോക്കട്ടെ, എന്തോ പറയാൻ മറന്നുപോയി. നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ക്യാൻവൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനോടൊക്കെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാൻ പറയാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാതെ നിൽക്കില്ല. ഒരാളെങ്കിലും കണ്ടിട്ട് ഇപ്പോൾ അടുത്ത ആഴ്ച ബർത്ത്ഡേ ഉണ്ട്, ഒരു ആൽബം സെറ്റ് ചെയ്തണമെന്ന് ചോദിച്ചാൽ
യെസ് പറയാ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിലോ. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രൈസിങ് ആണ്. ഞാനൊരു കാര്യം പറയും, ഈ കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് ക്രാഫ്റ്റേഴ്സിന് മെസ്സേജ് അയച്ചിട്ട് അവർക്ക് ഏറ്റവും ഓക്കെ ആയിട്ടുള്ളത് ഏതാണോ അത് ചൂസ് ചെയ്യുക. നമ്മളുടെ വർക്കിൻ്റെ പ്രൈസ് ആ ഒരു പ്രൊഡക്റ്റിന് വേർത്താണ്. അപ്പോൾ ആൽബത്തിന് നമ്മളിപ്പോൾ 400 രൂപയാണ് ഒരു ആൽബത്തിന് എന്നുണ്ടെങ്കിൽ 400 രൂപയ്ക്ക് ആ ആൽബം ഉണ്ട് എന്ന് ഓർക്കും കൂടി തോന്നണം. ഓക്കെ, നമ്മൾ ഓവർ പ്രൈസ് ചെയ്ത് അണ്ടർ പ്രൈസ് ചെയ്ത് നമുക്ക് നമ്മൾ പ്രോഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ പ്രൈസ് ഇടുക. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ക്രാഫ്റ്റേഴ്സ് നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് ഇങ്ങനെ പ്രൈസ് ഇടൽ അറിയില്ല. എനിക്കും അറിയില്ല കേട്ടോ പ്രൈസ് ഇടാൻ. ഞാൻ ഒക്കെ പഠിച്ചിട്ട് ഇപ്പോൾ കുറച്ച് കാലം ആയിട്ടുള്ളൂ എങ്ങനെയാണ് നമ്മൾ വർക്കിന് പ്രൈസ് ഇടുക എന്നുള്ളതൊക്കെ. പഠിച്ചോളൂ. ഓക്കെ, നമ്മൾ ഒരിക്കലും ഓവർ പ്രൈസ് ചെയ്ത് അണ്ടർ പ്രൈസ് ചെയ്യരുത്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൈസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ ക്രാഫ്റ്റേഴ്സും ഓരോ രീതിയിലായിരിക്കും ചാർജ് ചെയ്യുക. അപ്പം നിങ്ങൾ അവർ അത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത് നോക്കിയിട്ട് നിങ്ങൾ അത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അതിലേറെ എക്സ്പെൻസ് വരും. ഇപ്പം നിങ്ങൾക്ക് സാധനം വാങ്ങാൻ ഓട്ടോയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്കൂലി നിങ്ങൾ കൂട്ടണ്ടേ. സോ നിങ്ങൾ പ്രൈസിങ് അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ എക്സ്പെൻസ് വന്നത് ആൻഡ് നിങ്ങൾക്ക് എത്രയാണോ പ്രോഫിറ്റ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യുക. ഫോർത്ത് പോയിന്റ് ആണ് കസ്റ്റമർ ഹാൻഡ്ലിംഗ്. അതായത് ഇപ്പോൾ നമുക്ക് വന്ന എൻക്വയറീസ് നമുക്ക് ഓർഡർ ആക്കി മാറ്റണമല്ലോ. അതായത് നമുക്കത് കൺഫേം ചെയ്യണം. നമുക്കിപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് നമ്മൾ റീപ്ലൈ കൊടുത്താൽ മാത്രമേ അതിന് ആ കസ്റ്റമർക്ക് തോന്നുള്ളൂ നമ്മൾ ഓർഡർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് ഒരു ഫ്രെയിമിന്റെ അല്ലെങ്കിൽ ആൽബത്തിന്റെ റേറ്റ് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അവർക്ക് ഫോർവേഡ് ചെയ്യണം. കൂടുതലും നമ്മൾ ഈ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തതിനു ശേഷം നമുക്ക് റീപ്ലൈ ഒന്നും വരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് കാരണം ആ ഒരു ബജറ്റ് അവർക്ക് ഓക്കെ ആവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ബജറ്റിന് ആ ഒരു ആൽബം വർത്തല്ല എന്ന് തോന്നുന്നതുകൊണ്ടോ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പോലെ പ്രൈസിങ് ശ്രദ്ധിക്കണം, ഓവർ പ്രൈസ് ചെയ്യരുത്. പിന്നെ നമ്മളിപ്പോൾ എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ബജറ്റ് എത്രയാണെന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രൈസ് ഒക്കെ കുറച്ചിട്ട് സെയിൽ ചെയ്യാം. പക്ഷെ അതിലേറെ നല്ലത് ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിൽ തന്നെ ഫസ്റ്റ് പോകുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. ഇപ്പൊ അഥവാ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ചെയ്യുന്നത് വാട്സപ്പിലാണ് ഞാൻ എന്റെ കസ്റ്റമറിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം. പിന്നെ ഷിപ്പിംഗ് അഡ്രസ്സ് എല്ലാം നിങ്ങൾ നേരത്തെ തന്നെ ചോദിച്ച് വാങ്ങാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർഡർ കൺഫേം ആവുന്ന സമയത്ത് തന്നെ ഷിപ്പിംഗ് അഡ്രസ്സ് അവരെ എക്സ്പെക്ട് ഡെലിവറി ഡേറ്റ് എന്നാണ് അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓർഡർ കൺഫേം ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് എല്ലാം വരുള്ളൂ. എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ പേജിൽ അത്യാവശ്യം വർക്കൊക്കെ കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ് ഒക്കെ കൂടുതലും വരും. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പുറത്തുനിന്നാണ്. കേരളത്തിന്റെ പുറത്തുനിന്നും അകത്തുനിന്നും ആയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത്. നമ്മുടെ അടുത്തുനിന്നുള്ളവരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ കുറച്ചധികം ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഞാനും ഒരു ബിഗിനർ ആണ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഞാനും ഒരു ബിഗിനർ ആണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ എൻ്റെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ജേണിയിൽ ഉണ്ടാവണം. അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.